അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ സൂറയായ സൂറത്തുൽ ഖാരിഅ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഖാരിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ്. ഈ സൂറയിൽ ആകെ 11 സൂക്തങ്ങളാണ് ഉള്ളത്. സൂറ അത്ത്-തക്കാസുർ നാം പഠിച്ചല്ലോ. അതേപോലെ പരലോക ചിന്തയിലേക്ക് വളരെ ശക്തമായിട്ട് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സൂറയാണ് സൂറത്തുൽ ഖാരിഅ. ഇതിൻ്റെ പേര് ഒരു അടയാളം മാത്രമല്ല, മറിച്ച് ഈ സൂറയുടെ കണ്ടന്റ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് അൽ ഖാരിഅ എന്ന വാക്കിൻ്റെ അർത്ഥം? ആ ഘോര ശബ്ദം, ആ ഭയങ്കര സംഭവം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഖിയാമത്തിൻ്റെ വേളയിലെ ഭയാനകമായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഈ സൂറ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സൂറയുടെ ഉള്ളടക്കം 3 ഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തേത് ഖിയാമത്തിൻ്റെ ആ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തേത് ആ സന്ദർഭത്തിൽ ഈ ലോകത്ത് ഉണ്ടാകുന്ന 2 സംഭവങ്ങളാണ്, അഥവാ മനുഷ്യരിലും പർവ്വതങ്ങളിലും ഉണ്ടാകുന്ന 2 മാറ്റമാണ്. ആദ്യത്തെ 3 ആയത്ത് ഖിയാമത്തിൻ്റെ ഭീകരതയും, അടുത്ത 2 ആയത്ത് മനുഷ്യരിലും പർവ്വതങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നത്തെ 6 ആയത്തുണ്ടല്ലോ, അതിൽ നന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്, തിന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ് എന്ന് അള്ളാഹു നന്മ തിന്മകളെ തൂക്കിക്കണക്കാക്കി വിചാരണ ചെയ്ത് തിട്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണ് എന്ന് കാണാൻ സാധിക്കും. അൽ ഖാരിഅ വല്ലാത്തൊരു പ്രയോഗമാണത്. ദി ക്ലാറ്ററർ, ഘോര ശബ്ദം എന്നാണ് ഇംഗ്ലീഷിൽ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ ഖിയാമത്തുമായി ബന്ധപ്പെട്ട പേരുകളുള്ള സൂറത്തുകൾ ഒന്ന് നോട്ട് ചെയ്യണം. ഖിയാമത്തുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളത്. ഉദാഹരണത്തിന് അമ്മ ജുസ്ഇൽ അസ്സൽസല എന്ന സൂറയുണ്ട്, ഇനി വരാൻ പോകുന്ന ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അതേപോലെ അത്തക്വീർ ഉണ്ട്, അൽ ഇൻഷിഖാഖ് ഉണ്ട്, അൽ ഇൻഫിത്താർ ഉണ്ട്. ഇതേപോലെ മൊത്തത്തിൽ ഖിയാമത്തുമായി ബന്ധപ്പെട്ട് പേര് വരുന്ന സൂറത്തുകൾ എത്രയാണ് എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമുക്ക് സൂറത്തുൽ ഖാരിഅ പാരായണം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇങ്ങനെ 11 സൂക്തങ്ങളാണ്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അൽ ഖാരിഅത്തു മൽ ഖാരിഅ, ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ഓതിപ്പോവുക. ശരിക്കും ഈ സൂക്തങ്ങൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണല്ലോ സൂചിപ്പിക്കുന്നത്. ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം, അപ്പോൾ അൽ ഖാരിഅത്തും അൽ ഖാരിഅ എന്ന് പറയുമ്പോൾ ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം ഇങ്ങനെ കൂളായിട്ടുള്ളൊരു പറയലാണ്. ശരിക്കും ആ ഒരു ഭാവത്തെ ശരിക്കും പ്രകടിപ്പിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ മുറിച്ച് തന്നെ പാരായണം ചെയ്യേണ്ടി വരും, അല്ലേ? അങ്ങനെയാണ് അധിക ഖാരികളും ഈ സൂറ പാരായണം ചെയ്യുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വമാ അദ്റാക മൽ ഖാരിഅ,
അവിടെ വമാ അദ്റാക്കയിൽ ഒരു മദ്ദുണ്ട്, നീട്ടേണ്ടതുണ്ട്. യൗമ യകൂനുന്നാസ് മണിക്കണം, കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഫഅമ്മ മണിക്കേണ്ട സന്ദർഭമാണ്. മാ സഖുലത് അവിടെ മറച്ച് മണിക്കണം അല്ലേ. മവാസീനു ഫഹുവ ഫി ഈശത്തിർ റാദിയ. ഈശത്തിൻ തെൻവീനുണ്ട്, അതിനുശേഷം റാ വരുമ്പോൾ ആ തെൻവീനിനെ മറിച്ച് എന്ത് ചെയ്യണം? റായിന് ഷദ് കൊടുത്തുകൊണ്ട് കനപ്പിച്ചുച്ചരിക്കണം. ഈശത്തിർ റാദിയ എന്നാണ് വായിക്കേണ്ടത്. വഅമ്മാ മൻ ഖഫ്ഫത്, മൻ ഖഫ്ഫത്, മൻ അവിടെ നൂന് വെളിവാകണം, ശേഷം ഹ വരുന്നത് കൊണ്ട് സുക്കൂനുള്ള നൂന് വെളിപ്പെടുത്തണം. മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. ഫഉമ്മുഹു അവിടെ ഹു കഴിഞ്ഞിട്ട് അല്പം ഒന്ന് നീട്ടിക്കൊടുക്കണം. ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അവിടെയും തെൻവീനിനെ വെളിവാക്കിയിട്ട് മുറിച്ച് ഉച്ചരിക്കേണ്ടതാണ്. അതാണ് പാരായണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഈ സൂറ ശരിക്കും മക്കീ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ പരലോക ചിന്തയിലേക്ക് ശക്തമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്കും അതേ അനുഭവമാണ് ഈ സൂറ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ. വളരെ നാടകീയമായ, മനസ്സിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന, സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൈലിയിലാണ് സൂറയുടെ തുടക്കം. നമുക്ക് സൂക്തങ്ങളിലേക്ക് പോകാം. അൽ ഖാരിഅ, ആ ഘോര സംഭവം, ആ ഭയങ്കര സംഭവം എന്നാണ് അർത്ഥം. ഖറഅ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ശക്തമായ രണ്ട് ഗോളങ്ങൾ സങ്കല്പിക്കാം, ഇരുമ്പിൻ്റെയോ അതുപോലെയൊക്കെയുള്ള ലോഹഗോളങ്ങൾ. അവ ഇങ്ങനെ വളരെ ശക്തിയിൽ ഹൈ സ്പീഡിൽ വന്നിട്ട് കൂട്ടി ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്രസ്ഫോടനം ഉണ്ടാവില്ലേ? ഭയങ്കര ഒരു ബോംബ് ബ്ലാസ്റ്റ് മാതിരി ഉണ്ടാവും അല്ലേ. ആ നിലക്കുള്ള ഘോര ശബ്ദത്തിനാണ് ഖാരിഅ എന്ന വാക്ക് ഉപയോഗിക്കും. അതേപോലെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ? ചിലപ്പോൾ വിമാനങ്ങൾ തകർന്നു വീഴുന്നു, അതല്ലെങ്കിൽ വമ്പിച്ച കൂട്ടിയിടി വാഹനങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങൾക്കും അറബിയിൽ അൽ ഖാരിഅ എന്ന വാക്ക് ഉപയോഗിക്കും. ഇവിടെ അല്ലാഹു തആല അൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം എന്ന തുടക്കം അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മോട് ചോദിക്കുകയാണ്, മാ എന്താണ് അൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം എന്താണ് എന്ന് നമ്മോട് ചോദിക്കുകയാണ്. മാ ഓർക്കുന്നില്ലേ നമ്മൾ പഠിച്ചത്? മാ അഗ്ന അൻഹു മാലുഹു വ മാ കസബ്. രണ്ട് മാ സൂറത്തുൽ മസദിൽ അടുത്തടുത്ത്. മാ അഗ്ന, ആദ്യത്തെ മാ നെഗറ്റീവാണ്, ഇല്ല എന്നാണ് അർത്ഥം. വമാ കസബ എന്നതിലെ മായോ എന്തോ അത് എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ മിൻ ശർരി മാ ഖലഖ് സൂറത്തുൽ ഫലഖിൽ പഠിച്ചാണ്, അവിടെയും എന്തോ അത് എന്നുള്ള അർത്ഥമാണ്. രണ്ട് മാ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, ഇല്ല, എന്തോ അത്. ഇവിടെ മൂന്നാമത്തെ ഒരു മാ പഠിക്കുകയാണ്. ഇവിടെ എന്താ അർത്ഥം? മൽ ഖാരിഅ, എന്ത് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട് എവിടെ? സൂറത്തുൽ ഹുമസയിൽ വമാ അദ്റാക മൽ ഹുത്തമ, ആ രണ്ടുമായും ചോദ്യമായിരുന്നു. അതേ ചോദ്യ ശൈലിയാണ് മൽ ഖാരിഅ, എന്താണ് ആ ഘോര ശബ്ദം, ആ ഭയങ്കര സംഭവം? അള്ളാഹു തന്നെ ചോദിക്കാം. അടുത്ത സൂക്തം ഒന്നുകൂടി നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. വമാ എന്താണ്, അദ്റ അറിഞ്ഞു, അദ്റാക്ക നിനക്ക് എന്ത് അറിയാം, മൽ ഖാരിഅ ആ ഭയങ്കര സംഭവം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ആരായിരിക്കും അവിടെ? നീ. ഒന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെയോ ഞാനും നിങ്ങളുമാകുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാവരും അതിൽ ഉൾപ്പെടും അല്ലേ. വമാ അദ്റാക മൽ ഖാരിഅ, ആ ഘോര ശബ്ദം, ആ ഭയങ്കര സംഭവം എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് എന്തറിയാം? നീ എങ്ങനെ അറിയാനല്ലേ? കാരണം ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത ഒരു ഭയങ്കര സംഭവമാണത്. ഖിയാമത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിനാൽ എങ്ങനെ അറിയാനാണ്? അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്
വമാ അദ്റാക എന്ന ശൈലി ഖുർആൻ ഉപയോഗിക്കുന്നത്. വമാ അദ്റാക മൽ ഹുത്തമ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ആ പ്രയോഗം ഖുർആനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സൂക്തങ്ങൾ ശരിക്കും മനസ്സ് കൊടുത്ത് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം നിനക്കറിയാമോ? എന്താണ് ആ ഭയങ്കര സംഭവം എന്ന് എനിക്ക് ചോദിക്കുമ്പോൾ നീ ഒന്ന് പറയ്, എന്നെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് നമ്മൾ പറയില്ലേ? ഒരാളിങ്ങനെ വന്ന് പറയാം, ഓ വല്ലാത്ത സംഭവമായിപ്പോയി, എന്താ സംഭവം, നീ അറിഞ്ഞോ അതിനെക്കുറിച്ച്, ഇന്നത്തെ പത്രത്തിലുണ്ട്, ന്യൂസിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ജിജ്ഞാസയോടെ കണ്ണുമിഴിച്ച് നിൽക്കും, ഒന്ന് പറയടാ എന്ന് പറഞ്ഞിട്ട് അല്ലേ? ആ അവസ്ഥയിൽ അള്ളാഹു നമ്മെ ഇങ്ങനെ ഉദ്വേഗത്തിൻ്റെ, ആകാംക്ഷയുടെ മുൾമുനയിൽ, എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇതേ ശൈലിയിൽ തുടങ്ങുന്നൊരു സൂറ ഖുർആനിൽ വേറെയുണ്ട്, നിങ്ങളത് കണ്ടെത്തും. ഇതേ സ്റ്റൈലാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഖാരിഅ എന്ന വാക്ക് മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. ആ സൂറ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് സൂറയുടെ സ്റ്റാർട്ടിങ് തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അത് കണ്ടെത്താൻ സാധിക്കും. അതിലെ വിഷയം ഖിയാമത്ത് തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും മനുഷ്യനെ പരലോക ചിന്തയിലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് യുക്തിവാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വാദം? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതേ വിശ്വസിക്കുള്ളൂ, അതാണത്ര സയൻറ്റിഫിക്, അല്ലാത്തൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാത്തത് എന്തൊക്കെ ഉണ്ടല്ലേ? ലോകം മുഴുവനും വിറങ്ങലിച്ചു നിന്നു പോയ ഒരു കാലം നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടായില്ലേ? കോവിഡ് കാലം. അന്ന് എന്താണ് ലോകം അങ്ങനെ ഭയപ്പെട്ടത്? ആരും കണ്ണുകൊണ്ട് കാണാത്ത ഒരു വൈറസിനെയായിരുന്നു ഭയപ്പെട്ടത്. അപ്പോൾ കാണാൻ കഴിയാത്തതൊന്നും ഉണ്ടാവില്ലേ? അങ്ങനെ എന്തൊക്കെയുണ്ട് കണ്ണുകൊണ്ട് കാണാത്തത് അല്ലേ? പക്ഷേ അനുഭവത്തിലുണ്ടല്ലോ ഇങ്ങനെ പലതും ഇല്ലേ? ഇപ്പോൾ വൈദ്യുതി, ഇലക്ട്രിസിറ്റി കണ്ണുകൊണ്ട് കണ്ടവരുണ്ടോ? നേരിട്ട് കണ്ടവരില്ല. ചിലപ്പോൾ അത് ബൾബായിട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയുടെ ചൂടായിട്ടുണ്ട്, ഫാനിൻ്റെ കാറ്റായിട്ടുണ്ട്, എ സിയുടെ തണുപ്പായിട്ടുണ്ട്. അനുഭവങ്ങളിലൂടെയാണ് അറിയാം. ഇതേപോലെ തന്നെ ഈ ലോകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മഹാനായ സയൻറ്റിസ്റ്റ് ഉണ്ടായില്ലേ? അദ്ദേഹം ശരിക്കൊരു നിരീശ്വരവാദിയും യുക്തിവാദിയും ഒക്കെ ആയിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഇതിഹാസ തുല്യൻ എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. തല മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ശരീരം തളർന്നു പോയ സ്റ്റീഫൻ ഹോക്കിംഗ്, ഓർക്കുന്നില്ലേ? അദ്ദേഹം ഇങ്ങനെ കാണിച്ചത് ലോകാവസാനത്തിന് ഇനി 5 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശം? ലോകത്തെ ഭയപ്പെടുത്തുന്ന ഗുരുതരമായ 5 സംഭവങ്ങൾ ഉണ്ടായാൽ അതോടുകൂടി ലോകാവസാനമായിരിക്കും. അദ്ദേഹം ഒരു സാങ്കല്പിക ക്ലോക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ 5 സംഭവങ്ങൾ ഉണ്ടായാൽ ലോകം അവസാനിക്കുമെന്നാണ്. അപ്പോൾ പൊതുവെ ശാസ്ത്രലോകം തന്നെ ഖിയാമത്തിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ഇതൊന്നും അന്ധവിശ്വാസമല്ല, ബുദ്ധിപരമായി തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്ന് ഈ സൂക്തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. അതിനാൽ ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖിയാമത്തിനെക്കുറിച്ച് എല്ലാം കൃത്യമായ ബോധം ലോജിക്കലായിട്ട്, ബുദ്ധിപരമായി തന്നെ നേടിയെടുക്കുവാനും ആ പരലോക വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും നാം ശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.